ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്കായിട്ടുള്ളൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഓവൻ ഇല്ലാതെ ഒരു കപ്പ് കേക്കാണ്. അതുപോലെ തന്നെ മുട്ടയൊന്നും യൂസ് ചെയ്യാതാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. നമ്മുടെ ഒരു സിമ്പിൾ കപ്പ് കേക്ക് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ ഒരു പാത്രം ആദ്യം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് ചേരുവകളൊന്ന് തരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അളവുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് അതിൻ്റെ മെഷർമെൻറ്റിൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിലാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. വാനില കസ്റ്റാർഡ് പൗഡറാണ്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നമ്മുടെ അപ്പക്കാരം ചേർക്കണം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, നന്നായിട്ട് തരിച്ചെടുക്കണം. അതായത് കട്ടകളൊന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ തരിച്ചെടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഞാൻ നല്ലതുപോലെ തരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കണം കേട്ടോ. കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് വേറൊരു മിക്സ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ മധുരം കുറവായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഇതിനകത്ത് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫ്രോസ്റ്റിങ്ങിൻ്റെ മധുരം കൂടി വരുന്നത് കൊണ്ട് നമ്മൾ മധുരം കുറച്ചാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് നെയ്യും ഓയിലും കൂടെ ഒരേ അളവിൽ മിക്സ് ചെയ്തത് 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ മാത്രം എടുത്താലും മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് സാധാ റൂം ടെമ്പറേച്ചറുള്ള പാലായിരിക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബീറ്ററോ അല്ലെങ്കിൽ സാധാ നമ്മൾ വിസ്കായാലും മതി. എന്നിട്ട് നമുക്ക് ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇത് ബീറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഈ പഞ്ചസാര മൊത്തത്തിൽ അലിഞ്ഞ് ഈ രീതിയിലായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് ചേരുവകൾ, ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പീഡിൽ അങ്ങനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പതുക്കെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ നമ്മൾ ചേർത്ത എല്ലാ ചേരുവകളും ഞാനിപ്പോൾ ബാച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം തന്നെ ഇതിനകത്ത് നന്നായിട്ട് മിക്സായി വരണം. കുറച്ച് നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ സുർക്ക ചേർത്ത് കൊടുക്കുകയാണ്. വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നല്ലൊരു കട്ടിയായിട്ട് തോന്നും. നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഒരു ഭയങ്കര ടൈറ്റായിട്ട് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തായാലും ഉണ്ടാവും ഒരളവിന്. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസായിട്ടുള്ളൊരു ബാറ്റർ അല്ല കേട്ടോ വേണ്ടത്. കുറച്ചൊരു കട്ടിയുള്ള ബാറ്റർ തന്നെയാണ് ഇതിന് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ കപ്പ് കേക്ക് എന്തായാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. ഇനി ഞാനിവിടെ കപ്പ് കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിരുന്നത് കപ്പ് കേക്ക് മോൾഡാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ പർച്ചേസ് ചെയ്ത് നോക്കട്ടോ. ഇത് ഇന്ന് നമ്മൾ ഓർഡർ ചെയ്താൽ ഇന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ വാങ്ങിച്ചു. ഇന്ന് രാവിലെ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് ഭയങ്കര വില കുറവുമാണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ആ കപ്പ് കേക്ക് മോൾഡിലേക്ക് നമ്മൾ ഈ ഒരു നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ 2 ടേബിൾ സ്പൂൺ വീതം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓവറായിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ പൊന്തി വരാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ 1/4 ഭാഗത്തോളം മാത്രം നമ്മളിത് മാവ് ഫില്ല് ചെയ്താൽ മതിയാവും കേട്ടോ. പിന്നെ ഇത് ഈ മോൾഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് സിലിക്കോൺ മോൾഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോൾഡാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇതുപോലെ നമുക്ക് ഇതാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ഇത് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള പാത്രത്തിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് അതിനകത്തോട്ട് നമ്മളിത് വെച്ച് കൊടുക്കുകയാണ്. ഈ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇത്രയും മോൾഡ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 8 മോൾഡാണ് ഞാൻ ഈ ഒരു പർച്ചേസിൽ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമ്മളൊരു 20 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാകും. ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പം തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. അതായത് 3 മോൾ ഭാഗത്ത് നല്ല ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഉണ്ടാവണം. എന്നാലും ഉള്ളിൽ ഒരുപാട് അങ്ങനെ കുക്കായി വരാനും പാടില്ല. ആ മോൾ ഭാഗം ആ കളർ ആയി വരുമ്പോൾ തന്നെ നമ്മളിത് തീ ഓഫ് ചെയ്യണം. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഉള്ളത്. നമുക്കിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷമാണ് നമ്മളിത് മോൾഡിൽ നിന്ന് മാറ്റുന്നത് കേട്ടോ. അല്ലാതെ നമ്മളിത് ഇതാക്കാൻ പറ്റില്ല. കണ്ടില്ലേ, ഈ രീതിയിൽ നന്നായിട്ട് വിട്ട് കിട്ടും. സിലിക്കോണിൻ്റെ മോൾഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നതാണ്. അങ്ങനെ ഇപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉള്ള ക്രീം നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കണം.
ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം പൗഡറാണ് എടുത്തിരിക്കുന്നത്. ക്രസ്റ്റ് ആൻഡ് ക്രംബിൻ്റെ വിപ്പിംഗ് ക്രീം പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു പാക്കറ്റ് എടുത്തിട്ട് 50 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് നല്ല തണുത്തിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം ആയിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്നതിനകത്തൊക്കെ ഞാൻ അരക്കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതായിക്കോട്ടെ, എല്ലാം ഐസ് കോൾഡ് നല്ല തണുപ്പായിരിക്കണം. അങ്ങനെ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇത് ബീറ്റാന്ന് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ കമഴ്ത്തി നോക്കുമ്പോഴത്തേക്കും അത് താഴേക്ക് വീഴുന്നില്ലെങ്കിൽ അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ആവുന്നതിന് ശേഷം ഞാൻ ക്രീം ഞാനൊരു ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മധുരത്തിലാണ് ഈ കപ്പ് കേക്കിൽ മധുരം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രോസ്റ്റിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒട്ടും മധുരം ഉണ്ടാവില്ല. അപ്പോൾ അതാ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു നോസിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടത്. ഇത് ഓപ്ഷണലാണ്, ഞാൻ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ടുള്ള കപ്പ് കേക്ക് നല്ല ഇഷ്ടമാണ്. ഫ്രോസ്റ്റിംഗ് ചെയ്യുമ്പോൾ കപ്പ് കേക്ക് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്, ഒരു എക്സ്ട്രാ നല്ലൊരു ടേസ്റ്റും ആണ് ഈ ഇതിന് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് രസമാണല്ലോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക, താല്പര്യമുള്ളവർ ചെയ്ത് നോക്കുക, ബേക്കിംഗ് ഇഷ്ടമുള്ളവർ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുറച്ച് ഒരു സിമ്പിളായിട്ടുള്ള രീതിയിലാണ്, ഇതിനൊന്നും അത്ര പ്രൈസൊന്നും ആവത്തില്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയൊന്നുമല്ല. അപ്പോൾ ഇതാ ഭയങ്കര സിമ്പിളാണ്. ഇതാ ഞാൻ കുറച്ച് ജെംസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കളർഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഭംഗിക്കും വേണ്ടിയിട്ടാണ്, എക്സ്ട്രാ ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ കപ്പ് കേക്ക് മോൾഡിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഈ കപ്പ് കേക്ക് മോൾഡിൽ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ നമുക്ക് എന്തും ഇതിനകത്ത് തയ്യാറാക്കാം. മഫിൻസ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ നമുക്ക് മൂസസ്, ചോക്ലേറ്റ് മൂസോ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാം. പിന്നെ പുഡിംഗ് ഒക്കെ നമുക്ക് ഇതിന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു നമുക്ക് വെർസറ്റൈലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിംഗ് ഒരു ഇതും കൂടിയാണ് കേട്ടോ കപ്പ് കേക്ക്. നിങ്ങളിതിന് കപ്പ് കേക്ക് മാത്രമാണ് ഇതിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റാന്ന് അല്ല കേട്ടോ, നമുക്ക് ഇതിനകത്ത് പലതും നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഞാനെങ്കിൽ ഞാൻ അതിൻ്റെയൊക്കെ റെസിപ്പി, പുഡിങ്ങിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണേ. അപ്പോൾ വേണ്ടവർ ഇതിൻ്റെ ലിങ്ക് താഴെയുണ്ട്, പർച്ചേസ് ചെയ്ത് നോക്കുക. അപ്പോൾ അതാ കണ്ടോ, കപ്പ് കേക്ക് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് ഇതിൽ കണ്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും റിസ്നാസ് റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.